ഞാൻ കഴിഞ്ഞ ഒരു ദിവസം മിക്കവാറും ഇവിടെ ഉള്ള നോമ്പ് തുറയ്ക്കും എല്ലാ പരിപാടിക്കും മുന്നേ വിളിക്കും. ഞങ്ങൾ കൃത്യമായി തന്നെ ആ പരിപാടിക്ക് വരാൻ പോകുന്നതാണ്. കഴിഞ്ഞ ഒരു പരിപാടി അന്നിവിടെ MK മുനീറിന്റെ പുസ്തകങ്ങൾ അല്ലേ, പ്രകാശനമല്ല, അന്നിവിടെ ഏറ്റുവാങ്ങുന്നത് അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണശാലയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങൾ ഏറ്റുവാങ്ങുന്ന ചടങ്ങിലാണ് ഞാൻ പറഞ്ഞത്. അത് സമ്മേളനമായി വരാൻ കഴിഞ്ഞില്ല. ആ പരിപാടിയിൽ വെച്ചാണ് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ കാര്യം പറഞ്ഞത്. ഞാൻ വിചാരിച്ചത് അപ്പൊ തന്നെ ഇതങ്ങ് കൈയോടെ കൊടുത്തു കളയാം എന്നുള്ളതാണ്. നമ്മുടെ CT മുഹമ്മദ് ബഷീർ പറഞ്ഞു അങ്ങനെയല്ല, ഇവിടെ വന്നത് കൊടുക്കണമെന്ന് പറഞ്ഞു. സാധാരണ നമ്മളിങ്ങനെ പറഞ്ഞാൽ കൊടുക്കുക മാത്രമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം മാനിച്ചാണ് ഇന്നിവിടെ എത്തിയത്. CS സെന്റർ നടത്തുന്ന പ്രവർത്തനങ്ങൾ വളരെ മഹത്വരമാണ്. ജാതിമത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തിരുവനന്തപുരത്ത് രോഗബാധിതരായി വരുന്ന ആളുകൾക്കുള്ള ചികിത്സ സഹായങ്ങളും നൽകുന്ന പ്രവർത്തനമാണ് CS സെന്റർ നടപ്പാക്കിയത്. മഹാനായ CS മുഹമ്മദ് സാഹിബിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു പ്രസ്ഥാനം ഇവിടെയും കോഴിക്കോടും നടത്താൻ കഴിയുന്നത് CETയുടെ ശക്തമായ നേതൃത്വം അതിന്റെ പിന്നിലുള്ളതുകൊണ്ടാണ്. സാധാരണഗതിയിൽ രാഷ്ട്രീയ നേതാക്കന്മാർ ഇത്തരം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാറില്ല. എന്നാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റെടുത്ത് നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പ്രിയങ്കരനായ CET മുഹമ്മദ് ബഷീർ CS സെന്ററിന്റെ പ്രവർത്തനം കോഴിക്കോടും തിരുവനന്തപുരത്തും ഏറ്റെടുത്തിരുന്നത്. മുസ്ലിം ലീഗ് നടപ്പാക്കിയ മറ്റൊരു പദ്ധതിയാണ് ബൈത്തുർ റഹ്മാൻ. ഞാൻ തന്നെ നിരവധി വീടുകളുടെ താക്കോൽ നൽകുന്ന പ്രവർത്തനത്തിൽ ഞാൻ തന്നെ പങ്കെടുത്തു. അപ്പോൾ ഇവിടെ വരുന്ന രോഗികളെ സഹായിക്കാനും അവർക്കൊരു ആശ്രയം നൽകാനുമുള്ള ഈ തീരുമാനത്തിന്റെ പിന്നിൽ ETയുടെ ശക്തമായ കരങ്ങളുണ്ട്. ഇതിങ്ങനെ നടത്തിക്കൊണ്ടു പോകുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഞാൻ തന്നെ എൻ്റെ നിയോജകമണ്ഡലത്തിൽ മാനസിക കായിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂൾ തുടങ്ങി. കാരണം ഞങ്ങൾ അവിടെ നിന്നുള്ള സ്ഥാപനങ്ങളില്ലാത്തതുകൊണ്ട് വീടുകളിൽ കൂട്ടിയിട്ടിരിക്കുന്ന കുട്ടികളെ നമ്മൾ ആ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന 115ഓളം കുട്ടികൾ ഇപ്പം സബർമതി എന്ന എൻ്റെ സ്കൂളിൽ പഠിക്കുന്നു. സർക്കാരിൻ്റെ സഹായമൊന്നും ആദ്യം കിട്ടിയില്ല. ഞങ്ങളത് തുടങ്ങി മുന്നോട്ട് വന്നപ്പോൾ നല്ലവരായ നിരവധി ആളുകൾ സഹായിച്ചു. യൂസഫ് അലി ഞങ്ങളെ സഹായിച്ചു, ധാരാളം ഗൾഫിലുള്ള സുഹൃത്തുക്കളെ സഹായിച്ചു. ഇപ്പം ഗവൺമെൻറ് അത് ETയുടെ കാലത്ത് അത് ആരംഭിച്ചാണ് എന്ന് നോക്കുന്നു. ഈ ഇങ്ങനെയുള്ള ഡിഫറൻറ്റ്ലി ഏബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് സ്ഥാപനങ്ങൾക്ക് സഹായം നൽകുന്ന പരിപാടി ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ സുഹൃതം അരിപ്പാണെന്നൊരു പരിപാടി, അത് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്യേണ്ടതെന്നുള്ള ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിതിന് ഒരു പബ്ലിസിറ്റിയും കൊടുക്കാറില്ല. നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് അറിയാം എന്നുള്ളതല്ലാതെ എൻ്റെ സ്കൂളിലെ സബർമതി ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു വിവാഹം നടന്നാൽ കല്യാണത്തെ എന്നെ ക്ഷണിച്ചാൽ പറയാം എൻ്റെ മക്കൾക്ക് കൂടി ഇതിന് ചോറ് കൊടുക്കണം. അപ്പം എല്ലാവരും വിവാഹം, നല്ല വീട്ടിലെ ചടങ്ങുകൾ എല്ലാത്തിനും നമ്മുടെ കുട്ടികൾക്ക് കൂടി അവർ സഹായം ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ശീലമായി മാറിയിട്ടുണ്ട് എല്ലാവർക്കും. വീട്ടിൽ കല്യാണം നടന്നാൽ നമ്മുടെ കുട്ടികൾക്ക് കൂടി അവർ ഒരു ദിവസം ഭക്ഷണം പോകും. അപ്പം അങ്ങനെ അത് വളർന്നു വരുന്നുണ്ട്. ഏതായാലും ET മുഹമ്മദ് ബഷീറിനെ ഹൃദയം നിറഞ്ഞ് ഞാൻ ആശംസകൾ നേരാൻ അവസരം ഉപയോഗിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥത, ഇതൊന്നും ചെയ്തില്ലെങ്കിലും അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് വലിയ നേതൃത്വ രംഗത്ത് നിൽക്കാൻ കഴിയുന്ന ഒരാളാണ്. പക്ഷേ CS സെന്ററിന്റെ പ്രവർത്തനം നല്ല നിലയിൽ മുന്നോട്ട് ശിഹാബ്ദങ്ങളുടെ കാലത്ത് ആരംഭിച്ചത് അല്ലേ, മഹാനായ ശിഹാബ്ദങ്ങളുടെ കാലത്ത് ആരംഭിച്ചതാണ് അല്ലേ, അദ്ദേഹമാണ് തറക്കല്ലിട്ടത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ രണ്ട് പ്രസ്ഥാനങ്ങളും നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് സന്തോഷകരമാണ്. ഇതെൻ്റെ ഒരു മാസ ശമ്പളം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ അത് മറ്റുള്ളവർക്ക് കൂടി ഒരു മാതൃകയാകാൻ വേണ്ടി ഞാനിത് ആരംഭിച്ചതാണ്. ഇവിടെ എന്നെ ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. നമസ്കാരം.